Hello guys, welcome to your favorite YouTube channel Health Inspectors Crew. അപ്പോൾ ഇന്ന് നമ്മൾ DHIC സെക്കൻഡ് ഇയേഴ്സിന്റെ പേപ്പർ 5 ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് പാലിയേറ്റീവ് കെയർ ആണ്. നമ്മൾ പലയിടത്തും പലതും കേട്ട് കൺഫ്യൂഷൻ അടിച്ച് എല്ലാവരും ടീച്ചേഴ്സ് ഒക്കെ പഠിപ്പിച്ച് കുളമാക്കി വെച്ചേക്കുന്ന ഒരു ടോപ്പിക് ആയിരിക്കാം. നമുക്കതിനെ സിമ്പിൾ ആയിട്ട് എങ്ങനെ നോക്കാം അല്ലെ? പാലിയേറ്റീവിന്റെ മലയാളം എന്ന് പറയുന്നത് സാന്ത്വനം എന്നാണ്. സാന്ത്വന പരിചരണം ആർക്ക് കൊടുക്കുന്നു നിങ്ങൾക്ക് ഫീൽഡ് വർക്കൊക്കെ പോയപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കിടപ്പ് രോഗികൾക്ക്, അതായത് ഒരു ക്രോണിക് ആയിട്ടുള്ള അസുഖം വന്ന് ഒരു ഏജ്ഡ് ആയിട്ടുള്ള സ്ഥിരമായിട്ട് കിടക്കയിൽ കിടക്കുന്ന, എണീറ്റൊന്നും നടക്കാൻ പറ്റാതെ എപ്പോഴും വീട്ടിലായിരിക്കുന്ന അല്ലെങ്കിൽ റൂമിലായിരിക്കുന്ന, എപ്പോഴും ഒരു അടങ്ങി മൂടിയ ഒരു 4 ചുവരുകൾക്കുള്ളിൽ ജീവിതം നോക്കുന്ന കുറച്ച് വയസ്സായ അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ പറ്റി അവർക്ക് കൊടുക്കുന്ന ഒരു കെയർ ആണ് ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സ്ട്രേറ്റ് ടു ദ ടോപ്പിക്. എന്താണ് പാലിയേറ്റീവ് കെയർ എന്ന് നോക്കാം. പാലിയേറ്റീവ് കെയർ ഇസ് an approach that improves the quality of life of patient and their families. അല്ലെ, പേഷ്യന്റിന്റെ മാത്രമല്ല, പേഷ്യന്റിന്റെയും പേഷ്യന്റെ ഫാമിലീസിനെയും ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു വീട്ടിലൊരു കിടപ്പ് രോഗിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമല്ല, വീട്ടുകാർക്കും വിഷമമൊക്കെ കാണുമല്ലേ. അമ്മ ഇത്രയും നാളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, നേരെ ടോയ്ലറ്റ് ഒന്നും പോകാൻ പറ്റുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു വിഷമം കാണും. അപ്പൊ അതൊക്കെ ഫാമിലീസിനും പേഷ്യൻസിനും ഒരേപോലെ ഒരു കെയറും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിന് ഒരു പുതിയൊരു ഉണർവൊക്കെ കൊടുക്കുന്നതാണ് ഈ പാലിയേറ്റീവ് കെയറിന്റെ മെയിൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതെന്താണ്? ലൈഫ് ത്രെട്ടണിങ് ഇൽനെസ്, ഒരു ജീവിതശൈലി രോഗം വന്ന ഇനി രക്ഷയൊന്നുമില്ല, ഇങ്ങനെ ഒരു ക്വാളിറ്റി ഇങ്ങനെ ഒരു ലൈഫാണ്, അതിനൊരു മാക്സിമം അവരുടെ ഡെത്ത് വരേക്ക് എത്തിക്കുക എന്നതാണ്, ആ ഒരു ക്വാളിറ്റിയിൽ ഡെത്തിലേക്ക് എത്തിക്കുക എന്നാണ് ഇതിന്റെ മെയിൻ തീം എന്ന് പറയുന്നത്. ഇത് ട്രീറ്റ്മെന്റ് ഓഫ് പെയിൻ ആണ്. എന്താണ് ഒരു അറിയാം, നമുക്കൊരു വാർദ്ധക്യ സഹജകരമാകുമ്പോൾ ഒരുപാട് അസുഖങ്ങളും സന്ധിവാതവും അങ്ങനത്തെ ബോൺസിന്റെ ഡെൻസിറ്റി കുറയുന്നു, ഓർമ്മക്കുറവ് വരുന്നു, ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നു, BP കൂടുന്നു, ഷുഗർ കൂടുന്നു, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ അതെല്ലാം ഈ ട്രീറ്റ്മെന്റ് ഓഫ് പെയിനിൽ വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, അതർ പ്രോബ്ലംസ് ലൈക്ക് ഫിസിക്കൽ ആയിട്ടുള്ളതും സൈക്കോളജിക്കൽ ആയിട്ടുള്ളതും, അവരുടെ മനസ്സിന്, നമ്മൾ വീട്ടുകാർക്കൊക്കെ ഒരു ഭാരം ഒന്നും ഒക്കെ ചിന്തിച്ചുള്ളത്, സൈക്കോളജിക്കൽ ആയിട്ടുള്ളത്, ഈവൻ സ്പിരിച്വൽ ആയിട്ടുള്ളത്. നമുക്കറിയാം, കുറച്ച് വയസ്സായ ആൾക്കാർക്ക് എപ്പോഴും സ്പിരിച്വൽ ആയിരിക്കും അല്ലേ, എപ്പോഴും പ്രാർത്ഥനയും മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുന്നവരായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങളിൽ ഉള്ള അവരുടെ കെയറിനെയാണ് ഈ പാലിയേറ്റീവ് കെയർ എന്ന് ഓവറായിട്ട് പറയുന്നത്. ഈ ഡെഫിനിഷൻ അതുപോലെ പഠിക്കണം കേട്ടോ, കാരണം ഇത് WHO ഡെഫിനിഷൻ ആണ്, ഈ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത് ഹൂ ബെനിഫിറ്റ്സ് ഫ്രം പാലിയേറ്റീവ് കെയർ. ഈ പാലിയേറ്റീവ് കെയർ നിന്ന് ആരാണ് ബെനിഫിറ്റ്സ് കിട്ടുന്നത്? മെയിൻലി ഈ 3 കാറ്റഗറീസ് ആർക്കായിട്ടാണ് കെയർ കിട്ടുന്നത്. അതായത് ക്യാൻസർ പേഷ്യന്റ് അറിയാം, അവര് കുറെ സ്റ്റിഗ്മാസ് ഒക്കെ അനുഭവിക്കുന്നതാണ്, കുറെ പെയിൻ അനുഭവിക്കുന്ന ആൾക്കാരാണ്, എപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കാം. അവർക്കെല്ലാം അവരുടെ പെയിൻ മാനേജ്മെന്റും ആ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള സിംറ്റം റിഡക്ഷനും ഒക്കെ ആയിട്ടാണ് മെയിൻ ആയിട്ട് ഇവർക്ക് കൂടുതലും ബെനിഫിറ്റ് ആവുന്നത്. പിന്നെ ക്രോണിക് കണ്ടീഷൻ അറിയാം, ഹാർട്ട് ഫെയിലിയറും ഒബ്സസീവ് പൾമണറി ഡിസീസ്, എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളോ കിഡ്നി ഡിസീസസോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ക്രോണിക് ആയിട്ടുള്ള അസുഖം ഉള്ളവർക്ക്, ക്രോണിക് എന്ന് പറഞ്ഞാൽ അറിയാം, മോർ ദാൻ 6 months ഓഫ് പീരീഡ് അല്ലെ, 6 months ഓഫ് പീരീഡിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നതിനാണ് ക്രോണിക് ഡിസീസസ് എന്ന് പറയുന്നത്. മറ്റേത് അക്യൂട്ട്, നിങ്ങൾ വേറെ ഇടയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, ക്രോണിക് കണ്ടീഷൻസ് എന്ന് പറയാം. അടുത്ത സിംറ്റം റിലീഫ്. എന്താണോ അവർക്കുള്ള സിംറ്റംസ്, ചിലപ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കാം, ചിലപ്പോൾ ശ്വാസം കിട്ടാത്തതായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും വയറിന് ഇഷ്യൂസ് ആയിരിക്കാം, ഓക്കാനം വരികയോ, നോസിയ, ഡയറിയൽ ഇഷ്യൂസ്, അങ്ങനെ എന്ത് ചെയ്തിട്ട് അപ്പോഴപ്പോഴുള്ള പനി വരിക, ജലദോഷം വരിക, അങ്ങനത്തെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ഒക്കെയാണ് പാലിയേറ്റീവ് കെയറിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഇനി പാലിയേറ്റീവ് കെയറിന് ഓഫ് കോഴ്സ് ഒരു ടീമുണ്ട്. നമ്മളിപ്പോ എല്ലാ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലും ഒരു പാലിയേറ്റീവിന് ഒരു ടീം ഉണ്ടല്ലേ. അപ്പൊ അവര് ഒരു മാസത്തിൽ ഒരു പാലിയേറ്റീവ് കെയറിന്റെ വീട് വഴി അങ്ങനെ ഒരു റൗണ്ട്സ് ഒക്കെ ചുറ്റി ബ്ലോക്ക് ഒക്കെ തിരിച്ച് അവരൊരു ടീമായിട്ട് പോകാറുണ്ട്. അതിൽ മെയിൻലി വരുന്നത് ഡോക്ടേഴ്സ് ഉണ്ട്, ഓഫ് കോഴ്സ് ഒരു ഡോക്ടർ ഉണ്ട്. അത് അവര് സ്പെഷ്യലൈസ്ഡ് ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ കണ്ടീഷനും അവൈലബിലിറ്റിക്കും ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ ന്യൂറോ ആയിട്ടുള്ള ഡോക്ടർ ആയിരിക്കാം, ചിലപ്പോൾ കാർഡിയോളജിസ്റ്റ് ആയിരിക്കാം, ദാറ്റ് ഡിപ്പെൻസ്. ഓക്കെ, പിന്നെ ഒരു നഴ്സ് കാണും, അത് ഏതൊരു സ്റ്റാഫ് നഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ നഴ്സ് ആയിരിക്കാം. പിന്നെ തെറാപ്പിസ്റ്റ്, ഒരു കൗൺസിലറിന്റെ സഹായമൊക്കെ അവർക്ക് വേണ്ടി വരും, എന്തെങ്കിലും ഉള്ളിലുള്ള ഒരു ഹാർഡ്നെസ് ഒക്കെ ഒന്ന് ഇറക്കി വയ്ക്കാനായിട്ട് നല്ലൊരു തെറാപ്പിസ്റ്റ് വേണ്ടി വരും. പിന്നെ സപ്പോർട്ടീവ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ സോഷ്യൽ വർക്കേഴ്സ്, ഇപ്പൊ ഒരു എമർജിങ് ആയിട്ടുള്ള ഫീൽഡാണ്, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, കൗൺസിലേഴ്സ് വരുന്നുണ്ട്, ആശാ വർക്കേഴ്സ് വരുന്നുണ്ട്. കാരണം ആശാ വർക്കേഴ്സ് ആണ് ഈ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മുടെ ഹോസ്പിറ്റലിലേക്കും നമ്മുടെ സ്റ്റാഫ്സിലേക്കൊക്കെ എത്തിക്കുന്നത് ആശാ വർക്കേഴ്സ് ആണ്, അവരെ ഇതിൽ പറയാം. പിന്നെ പാലിയേറ്റീവ് കെയർ വോളണ്ടിയേഴ്സ്, അതെന്തെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ളതോ ഗവൺമെന്റ് ആയിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള വോളണ്ടിയേഴ്സ് വരുന്നുണ്ട്. അതാണ് അവരുടെ ടീമിൽ വരുന്നത്.
അടുത്ത കീ പ്രിൻസിപ്പിൾസ് ഓഫ് പാലിയേറ്റീവിൽ എന്ത് വരും? സിംറ്റം മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞതാണ്. പെയിൻ, നോസിയ, ഫെറ്റിഗ്, അങ്ങനെ എന്താണോ അപ്പോഴത്തുള്ള സിംറ്റംസ്. ഇപ്പൊ നമ്മളൊരു പാലിയേറ്റീവ് പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യുന്നു, അപ്പൊ അവർക്ക് അപ്പോഴെന്തൊക്കെ അസുഖമുണ്ട്, എപ്പോഴും കിടന്നാണ് ചിലപ്പോൾ പുറം ഫുള്ള് പൊളിഞ്ഞ് എന്തെങ്കിലും അൾസേഴ്സ് ഒക്കെ വന്നായിരിക്കും. അപ്പൊ അതായിരിക്കും അവിടുത്തെ സിംറ്റം. അപ്പൊ അതിനെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ എന്തായാലും എണീക്കാൻ പറ്റാതെ യൂറിൻ ബാഗ്സ് ഇട്ടിരിക്കുക, അപ്പൊ കത്തീറ്റേഴ്സ് ഒക്കെ റിമൂവ് ചെയ്യുക, അങ്ങനത്തെ സിംറ്റം മാനേജ്മെന്റ് ആയിരിക്കാം. അവരുടെ കംഫർട്ട്, വെൽബീങ്ങിനൊക്കെ വേണ്ടിയുള്ളതാണ്. ഒരു ഹോളിസ്റ്റിക് തെറാപ്പിയാണ്. അവരുടെ ഓവറോൾ ഹെൽത്തിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സിംറ്റമാറ്റിക് മാനേജ്മെന്റ് ആണ് ഇതിന്റെ കീ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ഓഫ് കോഴ്സ് കമ്മ്യൂണിക്കേഷൻ. കാരണം അറിയാം, എപ്പോഴും ഒരു റൂമിനകത്തായിരിക്കും, മക്കളും കൊച്ചുമക്കളും ഒക്കെ എപ്പോഴും പുറത്ത് പോകും, ജോലിക്ക് പോകും അല്ലെങ്കിൽ സ്കൂളിൽ പോകും. അപ്പൊ അവർക്ക് വീട്ടിൽ ആരും കാണത്തില്ല, കുറച്ചു നേരം ടി വി ഒക്കെ കാണാനും അങ്ങനെ ഫോണൊന്നും അവർക്ക് യൂസ് ചെയ്യാൻ അധികം ഒന്നും യൂസ് ചെയ്യാറില്ലല്ലോ. അപ്പൊ അവരെപ്പോഴും കിടപ്പയും എപ്പോഴും ഒരു നിരാശയും ഒരു ആൻസൈറ്റി, ഡിപ്രഷൻ ഒക്കെ ആയിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ. കുറച്ചൊരു പെട്ടെന്ന് ഒരാളെ കാണുന്നു, അവരോട് കുറച്ചു നേരം പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു, അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അത്. എന്താണ്, അവരുടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. പേഷ്യൻസിന്റെയും ഫാമിലീസിന്റെയും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെയും ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ടാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഇതിലൊരു മെയിൻ പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, അടുത്ത് സപ്പോർട്ട്, ഇമോഷണലും സ്പിരിച്വലും ആയിട്ടുള്ള സപ്പോർട്ട്. അത് ഇൻഡിവിജ്വൽസിന്, അവർക്കും പേഷ്യൻസിനും അവരുടെ ഫാമിലീസിനും ഓവറോൾ അവർക്കൊരു അഡ്രസ് ഉണ്ട്, അവർക്കൊരു എന്താണ് ഒരു സെൻസ് ഓഫ് ഒരു പീസ് ഉണ്ട് എന്നൊക്കെ ഒരു സപ്പോർട്ട് നമുക്ക്. നിങ്ങൾ ഇത്രയും നാള് നല്ലൊരു ജീവിതം ജീവിച്ചു, ഇനി കുറച്ച് നാള് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് അവരെ മനസ്സിലാക്കി കൊടുത്ത് ഒരു നല്ലൊരു ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡെത്തിലേക്ക് നയിക്കുക. അതാണ് നമ്മൾ ഈ പാലിയേറ്റീവ് കെയറിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെത്തിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവരൊരു ക്രോണിക് കണ്ടീഷൻ ആണ്, അവർക്കൊരു എന്താണ് ഇനി പുതിയൊരു ജീവിതമൊന്നും ഇല്ല, അവർക്ക് എന്തായാലും ഇനി വീണ്ടും ഒരു ചെറുപ്പമില്ല. അപ്പൊ ഇനി അവരെന്താണ് ഡെത്തിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ. അടുത്ത ബെനിഫിറ്റ്സ് ഓഫ് പാലിയേറ്റീവ് കെയർ എന്താണെന്ന് ചോദിച്ചാൽ 60% ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യും. കാരണം അവർക്കൊരു കംഫർട്ടും കമ്മ്യൂണിക്കേഷൻ ഒക്കെ കിട്ടുന്ന വഴി ഒരു ഇംപ്രൂവ് ചെയ്യും. പിന്നെ 30% റെഡ്യൂസ്ഡ് ഹോസ്പിറ്റൽ വിസിറ്റ്. നമ്മൾ വീട്ടിൽ പോയാണ് പരിചരിക്കുന്നത്, അപ്പൊ അവർക്ക് എന്താ ചെക്കപ്പ് എന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരില്ല. എസെൻഷ്യൽ ആയിട്ടുള്ള മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഈ പാലിയേറ്റീവ് ടീം വീട്ടിൽ വരുമ്പോൾ അവർ തന്നെ ചെയ്തു കൊടുക്കുന്നു. പിന്നെ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്, അവർക്ക് എങ്ങനത്തെ ട്രീറ്റ്മെന്റ് വേണമെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു കൗൺസിലറൊക്കെ കൊണ്ടുവരുമ്പോൾ അങ്ങനത്തെ ഒരു ഇത് മനസ്സിലാക്കാൻ അവർക്ക് പറ്റും. പിന്നെ ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എമർജിങ് ആയിട്ടുള്ള ഇതാണ്. ഇപ്പോൾ സർക്കാർ ഹോസ്പിറ്റൽസിലാണ് ഫസ്റ്റ് തുടങ്ങിയെങ്കിലും ഇപ്പോൾ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ പാലിയേറ്റീവ് ടീമൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത് ഭയങ്കരമായിട്ട് അവയർനെസ് കൂടുകയാണ്. കാരണം ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ പാലിയേറ്റീവ് കെയറിന്റെ ഫ്യൂച്ചറും ഇമ്പ്രൂവ് ആവുകയാണ്. അപ്പൊ ഒരുപാട് ആളിലേക്ക് കെയറും ഇത് പരിചരണവും ഒക്കെ എത്തണം എന്നുള്ള രീതിയിൽ മെഡിക്കൽ പ്രോട്ടോകോൾസ് ഒക്കെ വെച്ച് ഈ സിംറ്റംസ് റിലീഫ് ചെയ്യുക, അവർക്കൊരു എന്തോന്ന് ഒരു പേടിപ്പെടുത്തുന്ന ഒരു മരണത്തിലേക്കല്ല, ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു ജീവിതം, അതുമായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് വഴി ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡെത്തിലേക്ക് നയിക്കുക. അങ്ങനത്തെ ഒരു തീമാണ് മെയിൻ പാലിയേറ്റീവ് കെയറിന്റെ തീം എന്ന് പറയുന്നത്. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉണ്ട്. നമ്മൾ നിങ്ങളിപ്പോ പഠിച്ചപ്പോ കുറച്ച് തീംസ് നിങ്ങളിപ്പോ നോട്ട് എഴുതി എടുത്ത് കാണും, ഒരു ലെക്ചർ നോട്ട് എഴുതി എടുത്ത് കാണും. ഇതിൽ കുറച്ച് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഇതാന്ന് പറഞ്ഞാൽ ബെഡ് റിട്ടേൺ പേഷ്യന്റ്. കാരണം കിടപ്പ് രോഗികൾക്കാണ് നമ്മൾ ഈ പാലിയേറ്റീവ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എൻഡ് ഓഫ് ലൈഫ് കെയർ, നമ്മുടെ എടുത്തെടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞതാണ്, ഒരു മരണത്തിലേക്കുള്ള എൻഡ് ഓഫ് ദി ലൈഫിന്റെ അവസാനത്തിലോട്ടുള്ള ഒരു കെയർ ആണ്. പിന്നെ പെയിൻ മാനേജ്മെന്റ് ആണ് അല്ലേ. അവർക്ക് എന്താണ് മനസ്സിലൊരു പെയിൻ കാണാം, ഞാനിങ്ങനെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ എന്ന്. പിന്നെ ശരീരത്തിലൊരു പെയിൻ കാണാം, അങ്ങനെ ഒരുപാട് പെയിൻ കാണാം, അതിനൊരു മാനേജ്മെന്റ് ആണ്. പിന്നെ ന്യൂട്രീഷണൽ സപ്പോർട്ട്, അവർക്ക് അറിയില്ലായിരിക്കാം എന്തൊക്കെ ന്യൂട്രീഷൻ ഇത് വേണം. ഇപ്പൊ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരു അമ്മയാണ് എന്ന് വെച്ചോ, അപ്പൊ അവർക്ക് അറിയില്ല എന്തൊക്കെ ഫുഡ് കഴിക്കണം, എത്ര നേരം കഴിക്കണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അതെല്ലാം ഈ പോയിന്റ്സ് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതെന്തായാലും അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോ ഇതൊരു ഓൾമോസ്റ്റ് ഒരു ഷ്യൂർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം നിങ്ങൾ ജീറിയാട്രിക്സ് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട്, പഠിച്ചു കാണും. അപ്പൊ അതുപോലെ പാലിയേറ്റീവും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, ആരും മിസ് ചെയ്യാതെ കാണുക. അതോടൊപ്പം ജീറിയാട്രിക്സിന്റെ ക്ലാസ് എല്ലാം നമ്മുടെ ചാനലിലുണ്ട്, എല്ലാവരും വിസിറ്റ് ചെയ്യുക. അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.